പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പന്തക്കുസ്ത തിരുനാളിലേക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. 2008 പന്തക്കുസ്ത ഞായറാഴ്ച പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ നൽകിയ സന്ദേശത്തിൽ ഇപ്രകാരം ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ അറിയിപ്പ് നൽകിയത്. അതിപ്രകാരമാണ്: ഈശോയുടെ ഈ ലോക ജീവിത ദൗത്യത്തിൻ്റെ പൂർത്തീകരണമാണ് പന്തക്കുസ്ത. അവിടുത്തെ ജനനം, പരസ്യജീവിതം, പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, ഇതിൻ്റെ എല്ലാം കിരീടധാരണമാണ് പന്തക്കുസ്ത തിരുനാൾ. അതിലൂടെ ആ ഈശോയുടെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുക ഈ പന്തക്കുസ്ത അനുഭവത്തിലൂടെ തന്നെയാണ്. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ്റെ വലിയ ആ ഓർമ്മപ്പെടുത്തൽ മത്തായി 3:11 നമ്മൾ വായിക്കുക. ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകും, എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. ഈശോയുടെ ദൗത്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ലൂക്കാസ് വിശേഷത്തിൽ 24-ാം അധ്യായത്തിൻ്റെ 49 നടപടി പുസ്തകം 1:4 കർത്താവിൻ്റെ വലിയ ഓർമ്മപ്പെടുത്തൽ നമ്മൾ വായിക്കുക. നിങ്ങൾ ആത്മാവിനെ സ്വീകരിക്കുന്നതുവരെ ജെറൂസലേം വിട്ടുപോകരുത്. നിങ്ങൾ ആത്മാവിനെ സ്വീകരിക്കുന്നതുവരെ നഗരം വിട്ടുപോകരുത്. ഒരുങ്ങുക, ആത്മാവിൻ്റെ നിറവിനു വേണ്ടി കാത്തിരിക്കുക, കരുത്ത് പ്രാപിക്കുക. പ്രിയമുള്ളവരെ, പന്തക്കുസ്തായുടെ കരുത്ത് പ്രാപിക്കുന്ന ആ വലിയ തിരുനാളിലേക്കുള്ള ഒരുക്കത്തിൻ്റെ സമയമായത്. നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം. ഈ ദിവസങ്ങളിൽ നവനാൾ ആരംഭിക്കുകയാണ്. പന്തക്കുസ്ത തിരുനാളിനോടനുബന്ധിച്ച് 3 ദിവസത്തെ പന്തക്കുസ്ത കൺവെൻഷൻ ആബാധ്യാന കേന്ദ്രം ചേറൂർ വെച്ച് നടത്തപ്പെടുന്നു. എല്ലാവരെയും ക്ഷണിക്കുകയാണ്. 16, 17, 18 മെയ് മാസത്തിൽ 3 ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി 19-ാം തീയതിയുടെ തിരുനാളിലേക്ക് നമുക്ക് ഒരുങ്ങാം. രാവിലെ 9 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 3 മണി വരെയുള്ള സമയത്ത് നമ്മൾ പ്രാർത്ഥനയിലും ദൈവവചനത്തിലും അഭിഷേക ആരാധനയിലും കരുത്ത് പ്രാപിക്കുകയാണ്. എല്ലാവരെയും ക്ഷണിക്കുന്നു. ഏറെ സ്നേഹത്തോടെ നമുക്ക് ഒരുമിച്ച് ഈ വലിയ തിരുനാളിലേക്ക് ഒരുങ്ങാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.